ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കുലേറ്ററിനെ പറ്റിയിട്ടാണ്. ആർട്ടിക്കുലേറ്റേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആർട്ടിക്കുലേറ്റേഴ്സ്, ആർക്കൺ ആർട്ടിക്കുലേറ്റേഴ്സ്, നോൺ ആർക്കൺ ആർട്ടിക്കുലേറ്റേഴ്സ്, സെമി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റേഴ്സ്. ഈ ഇത്രയും ഏരിയസിൽ നിന്നാണ് ഏറ്റവും അധികം തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഡെഫിനിഷനിലേക്ക് കിടക്കാം. എന്താണ് ആർട്ടിക്കുലേറ്റർ? An articulator may be defined as a mechanical device that represent the temporomandibular joint and jaw members to which maxillary and mandibular cast may be attached to simulate jaw movements. Purpose of an articulator. എന്തിനാണ് നമ്മൾ ആർട്ടിക്കുലേറ്റർ യൂസ് ചെയ്യുന്നത്? To hold the maxillary and mandibular cast in a determined fixed relationship. നമുക്കറിയാം ആർട്ടിക്കുലേറ്റർ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ജോ മൂവ്മെൻറ്റ്സിനെ സിമുലേറ്റ് ചെയ്യാണ്. അപ്പോൾ അതൊരു ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിലറി മാൻഡിബുലാർ കാസ്റ്റ്. അടുത്തത് എന്താണ്? മൗണ്ടിങ് ഓഫ് ഡെൻ്റൽ കാസ്റ്റ് ഫോർ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് ആൻഡ് പേഷ്യൻറ്റ് പ്രസൻറ്റേഷൻ. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫിക്സ്ഡ് റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ തന്നെ ഒരു എന്താണ് പറയുക, ഒരു പ്രസൻറ്റേഷനാണ്. അപ്പോൾ നമുക്കതിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നോക്കാൻ പറ്റും. പിന്നെ അടുത്ത് എന്താണ്? ടു സിമുലേറ്റ് ദ ജോ മൂവ്മെൻറ്റ്സ് ലൈക്ക് ഓപ്പണിങ് ആൻഡ് ക്ലോസിങ്. അടുത്തത് എന്താണ്? ഫോർ ഫാബ്രിക്കേഷൻ ഓഫ് ഒക്ലൂസൽ സർഫസ് ഓഫ് ഫോർ ഡെൻ്റൽ റെസ്റ്റോറേഷൻ. ഇപ്പം നമുക്ക് വീതി കൂട്ടണമെങ്കിൽ അത് എങ്ങനെ കൂട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമുക്ക് ആർട്ടിക്കുലേറ്ററിൽ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒക്ലൂസൽ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രേപ്പ് ചെയ്ത് കളയാം. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട് ആർട്ടിക്കുലേറ്റർ വെച്ചിട്ട്. പിന്നെ എന്തുവാണ്, ഇപ്പം റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചറോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡെഞ്ചറോ ആണ് ചെയ്യുന്നവർക്ക് ആർട്ടിഫിഷ്യൽ ടീത്ത് അറേഞ്ച്മെൻറ്റ് ചെയ്യാനും ആർട്ടിക്കുലേറ്റർ ആവശ്യമുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ആൻ ആർട്ടിക്കുലേറ്റർ. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർലി മൗണ്ടഡ് കാസ്റ്റ് അലൗ ദ ഓപ്പറേറ്റർ ഫോർ ബെറ്റർ വിഷ്വലൈസ് ദ പേഷ്യൻസ് ഒക്ലൂഷൻ എസ്പെഷ്യലി ഫ്രം ലിംഗ്വൽ വ്യൂ. അതായത് ഇപ്പം ആർട്ടിക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലിംഗ്വൽ സൈഡൊക്കെ ഇപ്പോൾ പേഷ്യൻസിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ അവിടെ ടങ് ഉണ്ട്, അങ്ങനെ കുറച്ച് നമുക്ക് എന്താ പറയുക, ഒരു വിഷൻ പ്രോപ്പറായിരിക്കില്ല. ഇത് ആർട്ടിക്കുലേറ്ററിലാവുമ്പോൾ അങ്ങനെ ഒന്നുമില്ല. പ്രോപ്പറായിട്ട് നമുക്ക് ലിംഗ്വൽ സർഫസും പാരറ്റൽ സർഫസും ഒക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ റെക്കോർഡ്സൊക്കെ പേഷ്യൻ്റെ അടുത്ത് നിന്ന് എടുത്ത് ആർട്ടിക്കുലേറ്റ് ചെയ്തതാണെങ്കിൽ, ഇപ്പം ചില പേഷ്യൻസ് ഉണ്ട് ടങ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഇച്ചിരി ഇതായിരിക്കും, നമ്മളിപ്പോൾ പേഷ്യൻറ്റിനോട് പറഞ്ഞാലും അത്ര കോപ്പറേറ്റീവ് ആയിരിക്കില്ല. പക്ഷേ ഇപ്പോൾ ആർട്ടിക്കുലേറ്ററിലാണെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയർ സൈഡ് ടൈം റെഡ്യൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പേഷ്യൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ നോക്കണം. നമുക്കിപ്പോൾ ടീത്ത് സെറ്റിങ്ങിനാണെങ്കിലും എല്ലാത്തിനും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അങ്ങനെ പേഷ്യൻറ്റിനെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല. ആർട്ടിക്കുലേറ്ററിൽ ചെയ്യാവുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാം. ലിമിറ്റേഷൻസ്. മെറ്റൽ ആർട്ടിക്കുലേറ്റേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക് ആർട്ടിക്കുലേറ്റേഴ്സ് ഷോ എറേഴ്സ് ഇൻ ടൂളിംഗ്. It not exactly simulate the intra-border and functional movements of the mandible. Errors in jaw relation procedure are reproduced as errors in the denture occlusion. Articulators do not have any provision to indicate or correct these errors. Classification of articulators. മെയിനായിട്ട് 4 ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഫങ്ഷൻ, ബേസ്ഡ് ഓൺ തിയറീസ് ഓഫ് ഒക്ലൂഷൻ, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഇൻ്റർ ഒക്ലൂസൽ റെക്കോർഡ് യൂസ്ഡ്, ബേസ്ഡ് ഓൺ ദ അഡ്ജസ്റ്റബിലിറ്റി ഓഫ് ദ ആർട്ടിക്കുലേറ്റർ. ആദ്യം നമുക്ക് ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. At the International Prosthodontic Workshop on Complete Denture Occlusion at the University of Michigan in 1972, the articulators classified based on instrument capability, intent, recording procedure and record acceptance. അതിൽ തന്നെ വീണ്ടും 4 സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 ആൻഡ് ക്ലാസ് 4. അതിൽ ക്ലാസ് 1 എന്ന് പറയുന്നത് ഹിഞ്ച് ടൈപ്പ് ആർട്ടിക്കുലേറ്റേഴ്സ് ആണ് വരിക. അതിൽ ക്ലാസ് 2 ആർബിട്രറി ടൈപ്പ്, അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ടൈപ്പ് എ, ടൈപ്പ് ബി ആൻഡ് ടൈപ്പ് സി ആയിട്ട്. ക്ലാസ് 3 എന്ന് പറയുന്നത് ആവറേജ് ആണ്. അതിൽ തന്നെ 2 ഉണ്ട്, ടൈപ്പ് എയും ഉണ്ട് ടൈപ്പ് ബിയും ഉണ്ട്. ക്ലാസ് 4 എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പാണ്. അതിലും വീണ്ടും 2 സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് എയും ഉണ്ട് ടൈപ്പ് ബിയും ഉണ്ട്. ക്ലാസ് 1 ഹിഞ്ച് ടൈപ്പ് ആർട്ടിക്കുലേറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ദീസ് ആർ സിമ്പിൾ articulator capable of accepting a single registration. Vertical motion may or may not be possible. It is used in cases where a tentative jaw relation is done. ഇനി ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലാബ് ആർട്ടിക്കുലേറ്റർ, ഹിഞ്ച് ജോയിൻ്റ് ആർട്ടിക്കുലേറ്റർ, അതുപോലെ തന്നെ ബാരൻ ഡോർ ആർട്ടിക്കുലേറ്റർ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ടുള്ളത്. ക്ലാസ് 2 ആർബിട്രറി ടൈപ്പ്.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർട്ടിക്കുലേറ്റേഴ്സ് പെർമിറ്റ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് ബട്ട് ദേ ഡു നോട്ട് ഓറിയൻറ്റ് ദ മൂവ്മെൻറ്റ് ടു TMJ. അതുപോലെ തന്നെ ദേ കനോട്ട് അക്സെപ്റ്റ് എ ഫേസ് ബോ ട്രാൻസ്ഫർ. ഇതിലെ ഈ ക്ലാസ് 1ഉം അതായത് ഹിഞ്ച് ടൈപ്പും ക്ലാസ് 2 ആർബിട്രറി ടൈപ്പും നോൺ അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റേഴ്സിൻ്റെ കീഴിലാണ് വരുന്നത്. പിന്നെ ഈ ക്ലാസ് 2 ടൈപ്പ് എന്ന് പറയുമ്പോൾ വീണ്ടും സബ് ഡിവൈഡഡ് ചെയ്തിട്ടുണ്ട് 3ആയിട്ട്: ടൈപ്പ് എ, ടൈപ്പ് ബി ആൻഡ് ടൈപ്പ് സി. ടൈപ്പ് എ എന്താണെന്ന് നോക്കാം. ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ദിസ് ക്ലാസ് പെർമിറ്റ് എക്സെൻട്രിക് മോഷൻ ബേസ്ഡ് ഓൺ ആവറേജസ് ആൻഡ് വിൽ നോട്ട് പെർമിറ്റ് ഫേസ് ബോ ട്രാൻസ്ഫർ. ദ കോണ്ടൈലേഴ്സ് ആർ ഓൺ ദ ലോവർ മെമ്പർ ഓഫ് ആർട്ടിക്കുലേറ്റർ. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിറ്റ്മാൻ ആർട്ടിക്കുലേറ്റർ ഉണ്ട്, ഗൈസി സിംപ്ലെക്സ് ഉണ്ട്, മീൻ വാല്യൂ ആർട്ടിക്കുലേറ്ററും ഉണ്ട്. ടൈപ്പ് ബി ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ദിസ് ക്ലാസ് പെർമിറ്റ് എക്സെൻട്രിക് മോഷൻ ബേസ്ഡ് ഓൺ ആർബിട്രറി തിയറി ഓഫ് മോഷൻ ആൻഡ് വിൽ നോട്ട് അക്സെപ്റ്റ് എ ഫേസ് ബോ ട്രാൻസ്ഫർ. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മൻസൻസ് ആർട്ടിക്കുലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഹോൾ ആർട്ടിക്കുലേറ്ററും ഉണ്ട്. ടൈപ്പ് സി ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ദിസ് ക്ലാസ് പെർമിറ്റ് എക്സെൻട്രിക് മോഷൻ ബേസ്ഡ് ഓൺ എൻക്രിപ്റ്റ് റെക്കോർഡ്സ് ഒബ്റ്റൈൻഡ് ഫ്രം ദ പേഷ്യൻറ്റ് ആൻഡ് വിൽ നോട്ട് അക്സെപ്റ്റ് എ ഫേസ് ബോ ട്രാൻസ്ഫർ. ഇതിൻ്റെ എക്സാമ്പിൾ ഹൗസസ് ആർട്ടിക്കുലേറ്റർ. ക്ലാസ് 3 ദീസ് ആർട്ടിക്കുലേറ്റർ പെർമിറ്റ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മോഷൻ. These instruments simulate condylar pathways by using average or mechanical equivalence for the whole or a part of condylar motion. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് 3 ടൈപ്പ് ഒരു സെമി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റേഴ്സിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ആൻഡ് ദേ അക്സെപ്റ്റ് ഫേസ് ബോ ട്രാൻസ്ഫർ. ഇനി ഇതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 2ആയിട്ട്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദ റെക്കോർഡ്സ് ദേ അക്സെപ്റ്റ് വെച്ചിട്ടാണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ടൈപ്പ് എയും ഉണ്ട്, ടൈപ്പ് ബിയും ഉണ്ട്. ടൈപ്പ് എ ഇൻസ്ട്രുമെൻറ്റ്സ് അക്സെപ്റ്റ് ഓൺലി എ പ്രൊട്രൂസീവ് റെക്കോർഡ് ടു അഡ്ജസ്റ്റ് ദ പ്രൊട്രൂസീവ് കോണ്ടൈലാർ ഇൻക്ലിനേഷൻസ്. ദ ലാറ്ററൽ കോണ്ടൈലാർ ഇൻക്ലിനേഷൻ ഈസ് ഡിറ്റർമൈൻഡ് യൂസിങ് ദ ഫോർമുല. ഇതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാനോ മോഡൽ H and H2, ഡെൻഡേറ്റസ് ആൻഡ് ബർഗ്സ്റ്റോൺ. ടൈപ്പ് ബി ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ദിസ് ക്ലാസ് അക്സെപ്റ്റ് ബോത്ത് പ്രൊട്രൂസീവ് ആൻഡ് സം ലാറ്ററൽ റെക്കോർഡ്സ്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹാനോ കൈനോസ്കോപ്പ് ആർട്ടിക്കുലേറ്റർ ഉണ്ട്, നേ ആർട്ടിക്കുലേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാനാഡൻറ്റ് ആർട്ടിക്കുലേറ്റേഴ്സും ഉണ്ട്. ക്ലാസ് 4 an instrument that will accept 3-dimensional dynamic registrations. These instruments allow for orientation of the cast to the temporomandibular joints and simulation of mandibular movements. ഈ കാറ്റഗറിയിലുള്ള ആർട്ടിക്കുലേറ്റേഴ്സ് വരുന്നത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റേഴ്സിൻ്റെ കീഴിലാണ്. ദേ ഡു നോട്ട് അക്സെപ്റ്റ് ഫേസ് ബോ ട്രാൻസ്ഫേഴ്സ്. അതുപോലെ തന്നെ ഈ ക്ലാസ് 4 ആർട്ടിക്കുലേറ്റേഴ്സ് വരുന്നത് ആർക്കൺ ടൈപ്പ് വിത്ത് അഡ്ജസ്റ്റബിൾ ഇൻ്റർകോണ്ടൈലാർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇതിനെ സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 2ആയിട്ട്. ടൈപ്പ് എയും ഉണ്ട്, ടൈപ്പ് ബിയും ഉണ്ട്. അതെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ മെത്തേഡ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദ കോണ്ടൈലാർ മൂവ്മെൻറ്റ്സ് വെച്ചിട്ടാണ്. ടൈപ്പ് എ ദ കോണ്ടൈലാർ പാത്വേസ് ആർ എൻഗ്രേവ്ഡ് ബൈ ദ പേഷ്യൻറ്റ് ആൻഡ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് വിൽ അക്സെപ്റ്റ് ദീസ് 3-dimensional ഡൈനാമിക് എൻഗ്രേവിംഗ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ TMJ ആർട്ടിക്കുലേറ്റർ ആണ് ടൈപ്പ് എയുടെ എക്സാമ്പിൾ. ടൈപ്പ് ബി ദ കോണ്ടൈലാർ പാത്വേ ആർ ഒബ്റ്റൈൻഡ് യൂസിങ് 3-dimensional ട്രേസിങ്സ്. അതായത് ഈ 3-dimensional ട്രേസിങ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റോഗ്രാഫിക് റെക്കോർഡിങ്സ് ആണ് അവിടെ എടുക്കുന്നത്. ആൻഡ് ദ ഇൻസ്ട്രുമെൻറ്റ് വിൽ അക്സെപ്റ്റ് ദ 3-dimensional ഡൈനാമിക് ട്രേസിങ്. ഇനി പാൻറ്റോഗ്രാഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഗ്രാഫിക്കലി റെക്കോർഡ് ഇൻ 1 or more planes പാത്സ് ഓഫ് mandibular movements and to provide information for the programming of an articulator. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റോഗ്രാഫ് ആണ് എക്സാമ്പിൾ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവാണ് ബേസ്ഡ് ഓൺ തിയറീസ് ഓഫ് ആർട്ടിക്കുലേറ്റർ. അത് ആദ്യത്തേത് ബോൺവിൽ തിയറി ആർട്ടിക്കുലേറ്റർ ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോണ്ടൈൽസ് ആൻഡ് ഈച്ച് കോണ്ടൈൽ ആൻഡ് ഇൻസൈസൽ പോയിന്റ് ഈസ് 4 inch ഫോമിംഗ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആൻഡ് ദിസ് തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ Bonville, and Bonville articulators was designed based on this theory. അടുത്തത് കോണിക്കൽ തിയറി. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലോവർ ടീത്ത് മൂവ് ഓവർ ദ സർഫസ് ഓഫ് ദ അപ്പർ ടീത്ത് ആസ് ഓവർ ദ സർഫസ് ഓഫ് എ കോൺ, generating an angle of 45 degree with the central axis of the cone tipped 45 degree to the occlusal plane.
The teeth of the maxillary denture would conform to a segment of the inner surface of an 8-inch cone. This theory was proposed by Hall. The Hall articulator is based on this theory. അടുത്തത് spherical theory articulator. This proposes that each cusp and incisal edge touches or conforms to a segment of the surface of a sphere 8-inch in diameter with its center in the region of the glabella. Munson proposed this theory and designed an articulator, the maxillomandibular instrument, based on this theory. അടുത്ത ക്ലാസിഫിക്കേഷൻ കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ അഡ്ജസ്റ്റബിലിറ്റി. അതിൽ 3 സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിലിറ്റിയുടെ ബേസിസിൽ നോൺ അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റർ, സെമി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റർ ആൻഡ് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റർ. ബേസ്ഡ് ഓൺ അഡ്ജസ്റ്റബിളി അനുസരിച്ച് ആദ്യത്തേത് നോൺ അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റർ ആണ്. അപ്പോൾ നോൺ അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റർ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ഇഫ് ഒക്ലൂഷ്യൽ കോണ്ടാക്ട്സ് ആർ ടു ബി ഓറിയൻറ്റഡ് ഇൻ സെൻട്രിക് ഒക്ലൂഷൻ ഓൺലി. It can open and closed in a fixed horizontal axis and has a fixed incisal table and condylar path. It is also called as 3-point articulators. Based on adjustability അനുസരിച്ചിട്ട് രണ്ടാമത്തത് സെമി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റർ ആണ്. അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇഫ് ബാലൻസ്ഡ് ഒക്ലൂഷൻ ഇൻ എക്സെൻട്രിക് മൂവ്മെൻറ്റ് ഇസ് ഡിസൈർഡ്. It have adjustable horizontal condylar path, adjustable lateral condylar path, adjustable incisal guide table and adjustable intercondylar distance. ഈ ആർട്ടിക്കുലേറ്റർ 2 ടൈപ്പിലുണ്ട്. ആർക്കൺ ടൈപ്പും ഉണ്ട്, നോൺ ആർക്കൺ ടൈപ്പും ഉണ്ട്. ബേസ്ഡ് ഓൺ അഡ്ജസ്റ്റബിലിറ്റിയിലെ മൂന്നാമത്തേത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റർ ആണ്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് adjusted to follow the mandibular movements in all direction. They do not have a condylar guidance. Instead, they have receptacles. ആർട്ടിക്കുലേറ്ററിൻ്റെ ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പർ മെമ്പർ ഉണ്ട്. അപ്പർ മെമ്പർ എന്ന് പറയുമ്പോൾ അത് മാക്സിലെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോവർ മെമ്പർ എന്ന് പറയുമ്പോൾ മാൻഡിബിളിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കോണ്ടൈലാർ ട്രാക്ക് ഉണ്ട്, കോണ്ടൈലാർ എലമെൻ്റ് ഉണ്ട്, വേർട്ടിക്കൽ റോഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസൈസൽ ഗൈഡ് ടേബിളും ഉണ്ട്. കോമൺലി യൂസ്ഡ് ആർട്ടിക്കുലേറ്റേഴ്സ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മീൻ വാല്യൂ ആർട്ടിക്കുലേറ്റർ, ഹാനോ വൈഡ് വ്യൂ ആർട്ടിക്കുലേറ്റർ, വിപ്പിങ്സ് ആർട്ടിക്കുലേറ്റർ, ഡീനാർ ആർട്ടിക്കുലേറ്റർ, പാനഡൻറ്റ് ആർട്ടിക്കുലേറ്ററും TMJ ആർട്ടിക്കുലേറ്റേഴ്സാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആർട്ടിക്കുലേറ്റേഴ്സ്. മീൻ വാല്യൂ ആർട്ടിക്കുലേറ്ററിൻ്റെ പാർട്സ് അല്ലെങ്കിൽ കമ്പോണൻസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അപ്പർ മെമ്പർ ഒരു ട്രയാങ്കുലാർ ഫ്രെയിം ആയിരിക്കും. ഈ അപ്പർ മെമ്പർ എന്ന് പറയുന്നത് മാക്സിലെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ അപ്പർ മെമ്പറിൽ വേർട്ടിക്കൽ റോഡ് വിത്ത് തം സ്ക്രൂസ് ഉണ്ട്. അതുപോലെ തന്നെ 2 കോണ്ടൈലാർ എലമെൻറ്റും ഉണ്ട്. മീൻ വാല്യൂ ആർട്ടിക്കുലേറ്ററിൻ്റെ ലോവർ മെമ്പർ എങ്ങനെയാണെന്ന് നോക്കാം. ലോവർ മെമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാൻഡിബിളിനെയാണ്. ഷേപ്പ് എന്ന് പറയുമ്പം L ഷേപ്ഡ് ഫ്രെയിമാണ് വിത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ആം. ഹൊറിസോണ്ടൽ ആം എന്ന് പറയുമ്പോൾ ട്രയാങ്കുലർ ഷേപ്പാണ് ആൻഡ് ഇറ്റ്സ് അപ്പെക്സ് കണ്ടെയ്ൻസ് ഇൻസൈസൽ ഗൈഡ് ടേബിൾ. വേർട്ടിക്കൽ ആം എന്ന് പറയുമ്പോൾ അത് റെക്ടാങ്കുലർ ഷേപ്പാണ് കണ്ടെയ്നിങ് കോണ്ടൈലാർ ഗൈഡൻസ് സ്ലോട്ട് അറ്റ് അപ്പർ പോർഷൻ. അടുത്തത് ഇൻസൈസൽ ഗൈഡ് ടേബിൾ ആണ്. ഇൻസൈസൽ ഗൈഡ് ടേബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻ വെരി ഷോർട്ട് സിലിണ്ടർ ഹൂസ് അപ്പർ സർഫസ് ഇസ് കോൺകേവ്. അതായത് അതിൻ്റെ സർഫസ് കോൺകേവ് ആയിരിക്കും. പിന്നെ വേർട്ടിക്കൽ റോഡ് ഷുഡ് റെസ്റ്റ് ഓൺ ദ സെൻറ്റർ ഓഫ് ദ ഇൻസൈസൽ ഗൈഡ് ടേബിൾ ഡ്യൂറിങ് ആർട്ടിക്കുലേഷൻ. അടുത്തത് കോണ്ടൈലാർ ഗൈഡൻസ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ബൈ എ സ്ലോട്ട്. അതിന് പറയുന്നതാണ് കോണ്ടൈലാർ ട്രാക്ക്. കോണ്ടൈലാർ എലമെൻറ്റ് ഓഫ് അപ്പർ മെമ്പർ പാസസ് ത്രൂ ദിസ് ട്രാക്ക്. ഇതിൽ ഒരു സ്പ്രിങ് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എസ്റ്റാബ്ലിഷ് ദ കോണ്ടൈലാർ എലമെൻറ്റ്. വേർട്ടിക്കൽ റോഡ് ഓർ ഇൻസൈസൽ പിൻ. ഇറ്റ് ഹെൽപ്സ് ടു കീപ്പ് എ ഫിക്സ്ഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ മെമ്പർ അറ്റ് ആൻറ്റീരിയർ എൻഡ്. ദ പോയിൻറ്റഡ് ടിപ്പ് of vertical rod should rest on the center of incisal guide during articulation. അടുത്ത ഇൻസൈസൽ ഗൈഡ് പിൻ. ഇൻസൈസൽ ഗൈഡ് പിൻ എന്ന് പറയുമ്പോൾ അത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർട്ടിക്കൽ റോഡ് അല്ലെങ്കിൽ ഇൻസൈസൽ പിന്നിൻ്റെ നടുവിലായിട്ടാണ് ഇൻസൈസൽ ഗൈഡ് പിന്ന് വരുന്നത്. The incisal edge of the maxillary incisors at the midline of the occlusal rim should touch the tip of incisal pin during articulation. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൻറ്റീരിയർ റെഫറൻസ് പോയിൻറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻസൈസൽ ഗൈഡ് പിൻ. ഹാനോ ആർട്ടിക്കുലേറ്റേഴ്സ്. ഹാനോ ആർട്ടിക്കുലേറ്റേഴ്സ് പല ടൈപ്പിൽ
അവൈലബിൾ ആണ്. അതിൽ തന്നെ ഹാനോ വൈഡ് വ്യൂ ആർട്ടിക്കുലേറ്റർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതല്ലാണ്ട് ഹാനോ H2 ആർട്ടിക്കുലേറ്റർ ഉണ്ട്, ഹാനോ ആർക്കൺ ആർട്ടിക്കുലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഹാനോ റേഡിയൽ ഷിഫ്റ്റ് ആർട്ടിക്കുലേറ്ററും അവൈലബിൾ ആണ്. ഹാനോ വൈഡ് വ്യൂ ആർട്ടിക്കുലേറ്റർ നോക്കുകയാണെങ്കിൽ അതൊരു സെമി അഡ്ജസ്റ്റബിൾ ആർട്ടിക്കുലേറ്റർ ആണ്, ആർക്കൺ ടൈപ്പാണ്, ഫേസ്ബോ ട്രാൻസ്ഫർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കുലേറ്റർ ആണ്, അതുപോലെ തന്നെ കേപ്പബിൾ ഓഫ് ഹിഞ്ച് ആൻഡ് ലാറ്ററൽ മൂവ്മെൻറ്റ്സും ആണ്. ഹാനോ വൈഡ് വ്യൂ ആർട്ടിക്കുലേറ്ററിൻ്റെ കമ്പോണൻസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അപ്പർ മെമ്പർ നോക്കിക്കഴിഞ്ഞാൽ അപ്പർ മെമ്പർ T ഷേപ്പാണ് വിത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആം. കോണ്ടൈലാർ ഗൈഡൻസ് അറ്റാച്ച്ഡ് ടു അപ്പർ മെമ്പർ. മൗണ്ടിങ് ഡവൽസ് പ്രസൻറ്റ് ദ സെൻറ്റർ ഓഫ് അണ്ടർ സർഫസ്, അതായത് അപ്പർ മെമ്പറിൻ്റെ അണ്ടർ സർഫസിലാണ് മൗണ്ടിങ് ഡവൽസ് ഉള്ളത്. അതുപോലെ തന്നെ ഓർബിറ്റൽ ഇൻഡിക്കേറ്റർ പ്രസൻറ്റ് നിയർ ദ ഡവൽ, ആ ഡവലിന് നിയറായിട്ട് ഓർബിറ്റൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, അതും അപ്പോൾ അപ്പർ മെമ്പറിൽ അറ്റാച്ച്ഡ് ആണ്. ഹാനോ ആർട്ടിക്കുലേറ്ററിൻ്റെ ലോവർ മെമ്പർ നോക്കുകയാണെങ്കിൽ L ഷേപ്പാണ് ലോവർ മെമ്പർ വിത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആം. ഹൊറിസോണ്ടൽ ആം ഇസ് റെക്ടാങ്കുലർ മെറ്റൽ സ്ട്രാപ്പാണ്. എന്നിട്ട് ലോവർ മെമ്പറിലും ഡവൽസ് പ്രസൻ്റ് ആണ്. സെൻറ്റർ ഓഫ് ദ ലോവർ മെമ്പർ ഫോർ മൗണ്ടിങ് റിംഗ് ആൻഡ് ഓൾസോ എ സ്റ്റാൻഡ് ഓഫ് പിവട്ട്. പിന്നെ വെർട്ടിക്കൽ ആം സ്ലോപ്പും ഉണ്ട്, അത് ഔട്ട്വേർഡായിട്ടാണ് നിൽക്കുന്നത്, വെർട്ടിക്കൽ ആം സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പർ പോർഷൻ ഓഫ് ദ വെർട്ടിക്കൽ ആം കണ്ടെയ്ൻസ് എ റോൾ പിൻ വിച്ച് പ്രൊജക്ട് ഓൺ ദ ഔട്ടർ സർഫസ്. The condylar shaft attached to the inner surface of vertical arm is 12 to 13 mm anterior to the roll pin. The condylar element is attached to the free end of the condylar shaft. Condylar guidance. ഹാനോ വൈഡ് വ്യൂ ആർട്ടിക്കുലേറ്ററിൽ condylar guidance എന്ന് പറയുന്ന ഒരു സർക്കുലർ സ്ട്രക്ചർ ആണ് with a slot in the center. The condylar element of lower member articulate with this slot, also called as condylar track. The posterior end of this track has a component known as centric stop. The condylar element should contact the centric stop during articulation. The condylar guidance can be rotated around the vertical axis to set the Bennett angle. Bennett angle ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ h/8 + 12 ആണ്. അതിൽ h എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ കോണ്ടൈലാർ ഇൻക്ലിനേഷൻ ആണ് ഈ h എന്ന് പറയുന്നത്. അടുത്ത ഇൻസൈസൽ ഗൈഡ് ടേബിൾ നോക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ കസ്റ്റമൈസ്ഡ് ഇൻസൈസൽ ഗൈഡ് ടേബിളാണ് ഹാനോ വൈഡ് വ്യൂ ആർട്ടിക്കുലേറ്റേഴ്സിനുള്ളത്. ദ സ്ലോപ്പ് ഓഫ് ദ ഇൻസൈസൽ ഗൈഡ് ടേബിൾ ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ദ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയറക്ഷൻ ആൻഡ് ക്യാൻ ലോക്ക് ഇൻ പൊസിഷൻ വിത്ത് ദ ലോക്ക് നട്ട്. During articulation, it should be flat and the incisal pin should be at in center. A pair of lateral wings is present around it. ഇൻസൈസൽ പിൻ ഹാനോ വൈഡ് വ്യൂ ആർട്ടിക്കുലേറ്റേഴ്സിൻ്റെ ഇൻസൈസൽ പിന്നിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സൈഡഡ് പിന്നാണ്. അതിൻ്റെ ഒരു സൈഡ് ചിസിൽ ഷേപ്പും മറ്റേത് ഒരു ടേപ്പറിങ് പോലെ, അതായത് ഒരു പോയിൻറ്റഡ് പോലത്തെ ഒരു ടിപ്പും ആയിരിക്കും ഉള്ളത്. യൂഷ്വലി the flat end is used. The incisal pin has series of markings closely placed in one end and 2 widely spaced markings in the other end. അടുത്തത് ഹാനോ H2 ആർട്ടിക്കുലേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഹാനോ H2 ആർട്ടിക്കുലേറ്റർ ഡിസൈൻ ചെയ്തേക്കുന്നത് റുഡോൾഫ് ഹാനോ ആണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു നോൺ ആർക്കൺ ടൈപ്പ് ആർട്ടിക്കുലേറ്റർ ആണ്. ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് ഇന്റർകോണ്ടൈലാർ ഡിസ്റ്റൻസ് ഓഫ് 110 mm and does not accept a phasebow transfer. 4 different phasebows can be utilized. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേഷ്യ ഫേസ്ബോ, ഇയർ പീസ് ഫേസ്ബോ, ട്വിൽ ഫേസ്ബോ ആൻഡ് അഡ്ജസ്റ്റബിൾ ആക്സിസ് ഫേസ്ബോ. ഹാനോ റേഡിയൽ ഷിഫ്റ്റ് ആർട്ടിക്കുലേറ്റർ. Structure is almost same as Hanno series articulators. It has right and left centric latches and the upper member is easily removed for waxing. The radial shift adjustment has a 3 mm radius and allow up to 3 mm of radial shift before intercepting pre-adjusted progressive Bennett angle. Hanno Wide View 2 articulators. The only difference between Hanno Wide View and Wide View 2 is that the Wide View has a very close condylar track. The closed condylar track does not allow the upper member to be removed, whereas the open condylar track allow the upper member to be removed for waxing. Whipney's articulator, that is designed by Dr. Charles Stewart in 1963.
വിപ്മിക്സ് ആർട്ടിക്കുലേറ്റർ എന്ന് പറയുന്നത് ഒരു ആർക്കൺ ടൈപ്പ് ആർട്ടിക്കുലേറ്റർ ആണ്. ദ അപ്പർ ആൻഡ് ലോവർ മെമ്പർ ആർ മെക്കാനിക്കലി അറ്റാച്ച്ഡ് ബൈ മീൻസ് ഓഫ് എ സ്പ്രിംഗ് ലാച്ച് അസംബ്ലി. The condylar elements on the lower frame and adjustable to 3 positions: small, medium and large. Small എന്ന് പറയുമ്പോൾ 96 mm, medium എന്ന് പറയുമ്പോൾ 110 mm, large എന്ന് പറയുമ്പോൾ 124 mm. വിപ്മിക്സ് ആർട്ടിക്കുലേറ്ററിൽ 2 ടൈപ്പ് ഫേസ് ബോസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ക്വിക്ക് മൗണ്ട് ഓർ ഇയർ പീസ് ഫേസ് ബോ ഫോർ കംപ്ലീറ്റ് ഡെഞ്ചേഴ്സ് ആൻഡ് ദ അഡ്ജസ്റ്റബിൾ ആക്സിസ് ഫോർ ഫിക്സ്ഡ് പ്രോസ്തഡോണ്ടിക്സ്. The intercondylar distance is determined from the scale on the face bow, small, medium and large. The Whipmix articulator has pins on the outer flanges of the condylar guides, corresponding holes on the medial side of the earpieces of face bow make for easy transfer of the face bow record to the articulator. അടുത്തത് നമുക്ക് ഡീനാർ ആർട്ടിക്കുലേറ്റേഴ്സിനെ പറ്റിയിട്ട് നോക്കാം. ഈ ടൈപ്പ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ആർക്കൺ ടൈപ്പ് ആർട്ടിക്കുലേറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ ആർട്ടിക്കുലേറ്ററിൽ 2 പീസ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻകോപ്പറേറ്റിംഗ് എ പോസിറ്റീവ് ലോക്കിംഗ് മെക്കാനിസം ദാറ്റ് ക്യാൻ ഹോൾഡ് ദ 2 മെമ്പേഴ്സ് ടുഗദർ ബൈ മീൻസ് ഓഫ് സെൻട്രിക് ലാച്ച്. The condylar elements are at a fixed 110 mm intercondylar distance. However, an adjustable distance option is available. ഈ adjustable distance option എന്ന് പറയുന്നത് 110 to 122 mm ആണ്. നമുക്ക് ഡീനാർ ആർട്ടിക്കുലേറ്റേഴ്സിൽ 4 ടൈപ്പ് ഫേസ് ബോസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക. ഫേഷ്യ ഫേസ് ബോ, ഇയർ പീസ് ഫേസ് ബോ, സൈഡമാറ്റിക് ഫേസ് ബോ ആൻഡ് അഡ്ജസ്റ്റബിൾ ആക്സിസ് ഫേസ് ബോ. അടുത്തത് TMJ ആർട്ടിക്കുലേറ്റേഴ്സ് ആണ്. TMJ ആർട്ടിക്കുലേറ്റേഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് കെന്നത്ത് സ്വാൻസൺ ആണ് 1965. The articulator has a spring-loaded latch to help return the upper frame to the centric relation position. There is curved incisal guide pin with both a plastic and adjustable mechanical incisal table. TMJ ആർട്ടിക്കുലേറ്ററിൻ്റെ തന്നെ ഒരു സ്മോൾ വെർഷൻ അവൈലബിൾ ആണ്. അതിനെ മിനി ആർട്ടിക്കുലേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. മിനി ആർട്ടിക്കുലേറ്റേഴ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർകോണ്ടൈലർ ഡിസ്റ്റൻസ് ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻസൈസൽ ഗൈഡ് പിൻ സ്ട്രെയിറ്റും ആയിരിക്കും. അടുത്തത് ഡെൻഡേറ്റസ്. ഡെൻഡേറ്റസ് എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിലെന്ന് പറയുമ്പോൾ കോണ്ടൈലർ എലമെൻ്റ് അപ്പർ മെമ്പറിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോണ്ടൈലർ പാത്ത് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. പിന്നെ ഡെൻഡേറ്റസിൽ ഫിക്സ്ഡ് ഇൻ്റർകോണ്ടൈലർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ഹിഞ്ച് ആക്സിസ് ഫേസ് ബോ ടൈപ്പാണ് ഈ ആർട്ടിക്കുലേറ്റർ റിസീവ് ചെയ്യുക. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാനോ മോഡലുമായിട്ട് സിമിലർ ആണ്. കൺക്ലൂഷൻ: an articulator is an important device that mechanical analogs the temporomandibular joint and upper and lower dental arches. A device to which maxillary and mandibular cast can be attached with the intent of simulating the functional and parafunctional contact relationships of one arch to the other. Thank you.